അപ്പോൾ അധികം കാര്യങ്ങളൊന്നും വലിച്ചു നീട്ടാതെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ഇതാണ് നമ്മുടെ ഫോൺ. അതെല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ ഫോൺ വൈറ്റ് കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3 കളർ വരുന്നുണ്ട്, ബ്ലാക്ക്, വൈറ്റ്, പ്രോഡക്റ്റ് റെഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് ആണ്, ഗ്ലാസ് ടൈപ്പ് ബോഡിയാണ് കേട്ടോ വരുന്നത്. അതേപോലെ തന്നെ നമ്മളിതൊക്കെ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുന്നത് 64 GB ആണ് ഇൻറ്റേർണൽ വരുന്നത്. ഇതിന് ഏകദേശം ബോക്സിൽ കൊടുത്തേക്കുന്നത് 40 to 500 ആണ്. സോ ഇതൊന്നല്ല നമുക്ക് കിട്ടിയ പ്രൈസ് എന്ന് പറയുന്നത്. ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്. ആ ഓഫറിൽ മേടിച്ചപ്പോൾ ഒരു 10,000 രൂപ കുറവ്. ഒട്ടും റൈറ്റ് സൈഡിലൊരു പവർ ബട്ടണും പിന്നെ അവിടെ തന്നെ സിം ഇടാനുള്ളൊരു സ്ലോട്ടും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻസ്റ്റൻറ്റ് സൈലൻറ്റ് മോഡ്, അതേപോലെ തന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു സ്വിച്ച്. പിന്നെ ഇത് നമ്മുടെ ഹോം ബട്ടൺ. ഇത് സ്വിച്ച് അല്ല, ആക്ച്വലി ഒരു ഗ്ലാസ് ടൈപ്പ് മെറ്റീരിയലാണ് വെച്ചേക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഉണ്ട്. പിന്നെ നമ്മളത് ടാപ്പ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ വരും, അത് തന്നെ ഹോമിലേക്ക് കൊണ്ടുപോകും. അതൊരു സ്വിച്ച് അല്ല, ഒരു ടച്ച് സെറ്റപ്പാണ് അത്. ഇനി നമുക്ക് ഫോണൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ പവർ ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇനി ഓൺ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ജോജി. ആ ഡിസ്പ്ലേയിൽ കാണുന്നത് ദേ ആപ്പിളിൻ്റെ ലോഗോ വന്നു. അപ്പോൾ ഇത് IP6 റേറ്റിംഗ് ഉള്ളൊരു ഫോണാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 4.7 ഇഞ്ചസ് ആണ് കേട്ടോ. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് കേട്ടോ. ആസ് യൂഷ്വൽ ആപ്പിളിൻ്റെ ആ ഒരു UI എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊരു UI ആണ്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ബോറടിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ നമുക്ക് പ്രാന്താക്കുന്ന തരത്തിലോ ഒന്നുമില്ല. വളരെ കോമ്പാക്റ്റ് ആണ് ഫോണും, അതേപോലെ തന്നെ അതിൻ്റെ മെനുവും കാര്യങ്ങളെല്ലാം വളരെ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇത് അപ്ഡേറ്റ് ചെയ്തതാണ് സോഫ്റ്റ്വെയർ വേർഷൻ. അതുകൊണ്ട് 14 ആണ് എടുക്കുന്നത്. ഇൻബിൽട്ടായിട്ട് നമുക്ക് ഫോൺ മേടിക്കുമ്പോൾ കിട്ടുന്നത് 13 ആണ്. ഇത് ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, അതുകൊണ്ടാണ് നിലവിൽ 14 കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് റെറ്റിന ഡിസ്പ്ലേ ആണ്. SEയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിപ്സെറ്റ് തന്നെയാണ് A13 ആണ്. A13 ബയോണിക് ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ലയെന്നോ അല്ലെങ്കിൽ ഇത് ഗെയിമിംഗ് ഫോൺ അല്ല എന്നോ പറയാൻ പറ്റില്ല. കാരണം ഇതിന് അതിനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ കുറച്ച് ചെറുതായതുകൊണ്ട് നമ്മൾ മൾട്ടി ഫിംഗേഴ്സൊക്കെ ഉപയോഗിച്ച് കളിക്കുന്ന വലിയ വലിയ ഗെയിമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ലോഡാവും. പക്ഷെ കളിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വിടും. നമ്മൾ വിരൽ കൊണ്ട് ഡിസ്പ്ലേ കൂടുതൽ കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് വിഷ്വലി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് വലിയ ഡിസ്പ്ലേ ഉള്ള ഐഫോൺ ആയിരിക്കും ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിച്ചെടുക്കുന്നവർക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആയിട്ട് വളരെ കയ്യിൽ ഒതുങ്ങിയ ടൈപ്പ് ഫോൺ വേണം. അത് ഐഫോൺ തന്നെ ആയിരിക്കണം. അന്ന് ഐഫോണിൻ്റെ കൂടിയ വേരിയൻ്റ് ഒന്നും വേണ്ട, ബഡ്ജറ്റിൽ കിട്ടുന്ന അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള പ്രോസസ്സറൊക്കെ ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള മോഡലാണിത്. അടുത്തത് നമുക്കറിയേണ്ടത് ഇതിൻ്റെ ക്യാമറയാണ്. ക്യാമറയുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 12 മെഗാപിക്സലാണ് റിയർ ക്യാമറ വരുന്നത്. 7 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ ആവറേജ് ആണ്, ബട്ട് റിയൽ ക്യാമറ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ലോ ലൈറ്റിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും ഡേ ലൈറ്റിൽ സൂപ്പറാണ്. ആ കാര്യത്തിൽ കുഴപ്പമില്ല. 4K റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ലോമോ മറ്റുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയേണ്ട പുതിയ ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ക്യാമറ ക്ലാരിറ്റി പറയുമ്പോൾ നമ്മളത് പറയണം. നല്ല നല്ല ക്ലാരിറ്റി ഉള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഇമേജസും വീഡിയോസൊക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ കുറച്ച് ഇതിനകത്ത് എടുത്തിട്ടുള്ള കുറച്ച് 1-2 സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം.
വളരെ നല്ലൊരു ഫോണാണ്. ആപ്പിളിൻ്റെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് A13 കിട്ടുന്നത് നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് പറയാൻ എനിക്കറിയില്ല. അതുപോലെ തന്നെ കൂടുതലായിട്ട് പറയാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ തിരമാല വന്ന് അവസാനിക്കുന്നിടത്ത് ഈ വീഡിയോ എൻഡ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.